നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നതായി പരാതി. ഓഫീസർ കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അതിക്രമം കാണിച്ചതായി യുവതി അക്കാദമി ഡയറക്ടർക്ക് പരാതി നൽകി. കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ തുടർ നടപടികൾക്കായി പരാതി വിയ്യൂർ പോലീസിന് കൈമാറും. കേരളീയ സമൂഹത്തിന്റെ ഉന്നതിയിൽ സമുദായ സംഘടനകൾ വഹിച്ച പങ്ക് വിസ്മരിക്കാൻ കഴിയില്ലെന്ന് VK ശ്രീകണ്ഠൻ MP. വിദ്യാഭ്യാസ പുരോഗതിക്കായി സമുദായ സംഘടനകൾ നൽകിയ സംഭാവനകൾ മഹത്തരം. പാലക്കാട്ട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് നേതൃത്വത്തിൽ ഗുരുദേവ മന്ദിരം 2ാം വാർഷികാഘോഷം. എല്ലാ മേഖലയിലും സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കലാണ് നരേന്ദ്രമോദിയുടെ പ്രധാന ലക്ഷ്യമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്രത് ജഹാൻ. വ്യാപാര മേഖലയിൽ ഉൾപ്പെടെ സ്ത്രീകളുടെ പങ്കാളിത്തം ഇപ്പോഴും നന്നേ കുറവ്. പാലക്കാട്ട് വ്യാപാരി വ്യവസായി സംഘം ജില്ലാ സമ്മേളനം. വാർത്തകൾ വിശദമായി. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നതായി പരാതി. ഓഫീസർ കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ യുവതിയോട് അതിക്രമം കാണിച്ചെന്ന് പരാതി ഉയർന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 18-നും 22-നുമാണ് ഉദ്യോഗസ്ഥയോട് ലൈംഗികാതിക്രമം നടത്തിയതെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഓഫീസിൽ വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് യുവതിയുടെ പരാതി. ഇത് സംബന്ധിച്ച രേഖാമൂലം അക്കാദമി ഡയറക്ടർക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പരാതി നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നാണ് പ്രധാന ആവശ്യം. ജോലിമാറ്റം വേണമെന്നും യുവതി പരാതിയിൽ ആവശ്യപ്പെടുന്നു. വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിന്മേൽ ഇന്റേണൽ എൻക്വയറി നടന്നുവരികയാണ്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുന്ന പക്ഷം ഇത് തുടർ നടപടികൾക്കായി വിയ്യൂർ പോലീസിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളീയ സമൂഹത്തിന്റെ ഉന്നതിയിൽ സമുദായ സംഘടനകൾ വഹിച്ച പങ്ക് വിസ്മരിക്കാനാകില്ലെന്ന് VK ശ്രീകണ്ഠൻ MP. വിദ്യാഭ്യാസ മേഖലയിൽ സമുദായ സംഘടനകൾ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പാലക്കാട്ട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവ മന്ദിരം 2ാം വാർഷികാഘോഷം ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാ ദിനാചരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കിൽ സമുദായ സംഘടനകൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP ചൂണ്ടിക്കാട്ടി. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹത് വ്യക്തികൾ നാടിന് നൽകിയ സന്ദേശങ്ങളാണ് ഇന്നും നമുക്ക് കരുത്താകുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സമുദായ സംഘടനകൾ നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. മുൻ പട്ടാമ്പി MLA CP മുഹമ്മദ് ഗുരുസന്ദേശ പ്രഭാഷണം നടത്തി. തൃശൂർ കൊട്ടനല്ലൂർ ആശ്രമം അംബികാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശിവഗിരി മഠം രജിസ്ട്രാർ PM മധു, TV രാജേന്ദ്രൻ, VK ബിജു, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വിജയമോഹൻ, C ബാലൻ, CG മണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലത്ത് കഴിഞ്ഞ ദിവസം കാണാതായ യുവാവിനെ വീട്ടുമുറ്റത്തെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം കളവർക്കോട് പാടിയെടുത്ത വീട്ടിൽ മണിയൻ നായർ മകൻ 40 വയസ്സുകാരൻ ഗോപാലൻകുട്ടിയാണ് സ്വന്തം വീട്ടുമുറ്റത്തെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെ കിണറ്റിലെ പമ്പ് സെറ്റ് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാൻ ചെന്ന അച്ഛൻ മണിയൻ നായരാണ് ഗോപാലൻകുട്ടി മരിച്ചു കിടക്കുന്നത് കണ്ടത്. ചെറുതുരുത്തി പോലീസും ഷൊർണൂർ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയാണ് മൃതദേഹം കിണറിൽ നിന്നും പുറത്തെടുത്തത്. ചെന്നൈയിൽ ഹോട്ടൽ നടത്തി വന്നിരുന്ന കുടുംബം 10 വർഷത്തോളമായി നാട്ടിൽ സ്ഥിരതാമസമാക്കിയിട്ട് മാതാവും സഹോദരനും നേരത്തെ മരിച്ചിരുന്നു. അവിവാഹിതനായ ഗോപാലൻകുട്ടിയും അച്ഛനും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. എല്ലാ മേഖലയിലും സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കലാണ് നരേന്ദ്രമോദിയുടെ വലിയ ലക്ഷ്യമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്രത് ജഹാൻ. പാലക്കാട്ട് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം 3ാം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വ്യാപാര മേഖലയിൽ ഉൾപ്പെടെ സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ്. എല്ലാ മേഖലയിലും സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കലാണ് നരേന്ദ്രമോദിയുടെ പ്രധാന ലക്ഷ്യം. നാരീശക്തിയെ ഉയർത്തിപ്പിടിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് സ്ത്രീകളുടെ ഉന്നമനമാണ്. ജാതിമത കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് നുസ്രത്ത് ജഹാൻ പറഞ്ഞു. സംസ്കാരത്തിനെ ഇല്ലാതാക്കിയെന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നേയുള്ളൂ. അത് ആ വിചാരം നമ്മൾ ഓരോ ഭാരതീയന്റെ മനസ്സിലും വന്നു. ഈ 10 വർഷം കൊണ്ട് മോദിജി വന്ന് 10 വർഷം കൊണ്ട് ഓരോരുത്തർക്കും തോട്ട് വന്നു. ഭാരതം ഇങ്ങനെയൊക്കെയായിരുന്നു, ഭാരതത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള തോന്നൽ വന്നു. രാംലല്ല വന്നതോടുകൂടി അവിടെ അയോധ്യ അതൊരു ഭയങ്കര ശക്തിയായിരുന്നു. മനുഷ്യന്റെ മനസ്സിലൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റും. 500 വർഷമായിട്ട് തകർന്നിരുന്ന ഒരു സങ്കല്പം നമ്മുടെ ഒരു
സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഒരു സംഭവം അവിടെ നടന്നതോടുകൂടി അതിന് ഉറപ്പായി. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മണി തിരുവനന്തപുരം, സംസ്ഥാന സമിതി അംഗം എം കുമാരൻ, ട്രഷറർ ഗുരുവായൂരപ്പൻ, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയിൽ ഇടം പിടിച്ച കാർത്തികിനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CITU പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രി പരിസരം ശുചീകരിച്ചു. ശുചീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം CITU പട്ടാമ്പി ഡിവിഷൻ പ്രസിഡന്റ് NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് CITU പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രി പരിസരം ശുചീകരിച്ചത്. ശുചീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം CITU പട്ടാമ്പി ഡിവിഷൻ പ്രസിഡന്റ് NP വിനയകുമാർ നിർവഹിച്ചു. AV സുരേഷ്, TV ഗിരീഷ് തുടങ്ങിയവർ ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പൈങ്കുളം മഹാത്മാ അയ്യങ്കാളി കുടിവെള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേലക്കര ജീവോദയ ആശുപത്രിയുമായി സഹകരിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പൈങ്കുളം പ്രിയദർശിനി വനിതാ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് അംഗം ശ്രീജ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള കമ്മിറ്റി പ്രസിഡന്റ് ആൻഡ്രൂ അലക്സാണ്ടർ അധ്യക്ഷനായി. ഡോക്ടർ E റോഷിന മുഖ്യാതിഥിയായി. ഡോക്ടർ ജോസ്ന ജോർജ് മഴക്കാല രോഗങ്ങളെപ്പറ്റി ക്ലാസ് എടുത്തു. വിനോദ് കുമാർ, ബാബുരാജ്, S ഉണ്ണികൃഷ്ണൻ, KC പ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിലൂടെയും കണ്ടമിനേറ്റഡ് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും എല്ലാം രോഗങ്ങൾ, കൊതുകിന്റെ ശല്യത്തിലൂടെ എല്ലാം രോഗങ്ങൾ പടരാനായിട്ടുള്ള ഒരു അവസ്ഥ വരാൻ പോവുകയാണ്. ലൈക്ക് ഒരു ജൂൺ മാസം തൊട്ട് സെപ്റ്റംബർ മാസം വരെ നമുക്ക് രോഗങ്ങളുടെ ഒരു സീസൺ തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മോചനം നേടാന്ന് പറയുന്നത്, പ്രിവെന്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഒരു എല്ലാവരുടെയും ഒരു ഡ്യൂട്ടിയാണ്. കുടിവെള്ള പദ്ധതി സെക്രട്ടറി MC രാമചന്ദ്രൻ സ്വാഗതവും പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. വൈകുന്നേരം വാർഷിക പൊതുയോഗവും വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും വിവിധ കലാപരിപാടികളും നടന്നു. കുടിവെള്ള കമ്മിറ്റിയിലെ അംഗങ്ങളായ പൈങ്കുളം തൂവരക്കാട് കോളനിയിലെ 124ഓളം കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ 7 വർഷമായി വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറി വികസന വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ നടന്ന സദസ്സ് ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C വിജയൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹം എന്നത് എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലൈബ്രറി കൗൺസിൽ യഥാർത്ഥത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. നമ്മളെന്തായാലും കുറച്ച് വൈകിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചില കാര്യങ്ങൾ മാത്രം സംസാരിച്ച് നമുക്ക് പിരിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചടങ്ങിൽ RG പിള്ള അധ്യക്ഷത വഹിച്ചു. മനോജ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് S കൃഷ്ണദാസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ദിനേശ് K വേണുഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KMCC കൊങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയും മുസ്ലിം ലീഗ് പറളി പഞ്ചായത്ത് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ യുവാക്കളും വിദ്യാസമ്പന്നരുമുള്ള രാജ്യമാണ് നമ്മുടേതെന്നും പക്ഷേ യുവാക്കളുടെ കരുത്തും ശേഷിയും വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ലെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മാത്രമല്ല, വിവേകത്തിന്റെ കാര്യത്തിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഈ സമയത്താണ് നിങ്ങൾ പഠിക്കേണ്ടത്. യുവാക്കൾ എന്ന് വെച്ചാൽ നമ്മുടെ അഭിമാനമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിഭജനങ്ങളുള്ളത് ഇന്ത്യയിലാണ്. അതിൽ ബഹുഭൂരിപക്ഷം അഭ്യസ്ത വിദ്യരാണ്. നമ്മൾ ഈ നാടിനെയല്ല, രാജ്യത്തെയല്ല, ലോകത്തെ തന്നെ നയിക്കുന്നവരാണ് എന്നുള്ള ചുമതലാബോധം നിങ്ങളിൽ എല്ലാവരും ഉണ്ടാകും. പരിപാടിയിൽ പറളി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് VA ഇല്യാസ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സലാം തറയിൽ, നിയോജക മണ്ഡലം UDF ചെയർമാൻ PS ശശി, റിട്ടയർഡ് പ്രൊഫസർ അബ്ദുൾ മജീദ്, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് KM അബ്ദുൾ സത്താർ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി നിസാമുദ്ദീൻ പൊന്നങ്കോട്, ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ അബുദാബി സെക്രട്ടറി കബീർ സലഫി, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ട്രഷററും മണ്ണൂർ പഞ്ചായത്ത് അംഗവുമായ അൻവർ സാദത്ത്,
റിട്ടയർഡ് അധ്യാപകരായ കാസിം മാസ്റ്റർ, KM സിദ്ദിഖ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഫാറൂഖ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുഹമ്മദ് റാഫി നന്ദി അറിയിച്ചു. പരിപാടിയിൽ വെച്ച് മാതൃകാ ഡ്രൈവറായി 60 വർഷം പൂർത്തിയാക്കിയ പറളിയിലെ ടാക്സി ഡ്രൈവർ കൃഷ്ണനെ VK ശ്രീകണ്ഠൻ MPയും മുസ്ലിം ലീഗ് പറളി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയുമായ ഷാഫി അറക്കലും ചേർന്ന് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. റഷീദ്, അൽഫാൻ, ഷംസുദ്ദീൻ, സക്കരിയ നാരകപ്പറമ്പ്, ജലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടായി യൂണിറ്റ് ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. കോട്ടായി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതുമാകട്ടെ, അത്തരം കാര്യങ്ങളിൽ നാടിന്റെ വികസനം ചർച്ച ചെയ്യുന്ന വേദിയിലൊക്കെ ഏകോപന സമിതിയുടെ ആ യൂണിറ്റിന്റെ ഭാരവാഹികളെ അവിടെ പങ്കെടുപ്പിക്കുക എന്നത് എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു പൊതുരീതി. ഇത് നമുക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരം. ഈ അംഗീകാരം, ആ അംഗീകാരത്തിലേക്ക് നമ്മൾ എത്തിയത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെയും നാം നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അന്തിമ ഫലമാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടായി യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും 2024-26 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പുമാണ് നടന്നത്. പരിപാടിയിൽ കോട്ടായി യൂണിറ്റ് പ്രസിഡന്റ് K അനിൽ പ്രകാശ് അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി A ശിവദാസ് വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ MV സന്തോഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, ജില്ലാ ട്രഷറർ KK ഹരിദാസ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PR സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CA ഉദയകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി K അനിൽകുമാർ നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തട്ടൻ സർവീസ് സൊസൈറ്റി പട്ടാമ്പി യൂണിറ്റ് 20ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു. പട്ടാമ്പി ചേംബർ ഹൗസിൽ സംഘടിപ്പിച്ച പരിപാടി സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വാസുദേവൻ പാണ്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു. 3ാം സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സാമുദായിക സംഘടനയാണെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് സാധിച്ചത് നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഇന്നേ വരെ TSSന്റെ പ്രവർത്തനത്തിൽ യാതൊരുവിധ വിള്ളലും ഏൽപ്പിക്കാതിരുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. കാരണം നമ്മളൊരു കാര്യം വന്നാൽ അത് പരസ്പരം ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ കമ്മിറ്റികളിൽ അവതരിപ്പിക്കാതെ ഒരു തീരുമാനവും എടുക്കുന്നില്ല. യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ AV രാജൻ അധ്യക്ഷനായി. തട്ടാൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AK രാധാകൃഷ്ണൻ വിദ്യാഭ്യാസ പുരസ്കാരത്തിന്റെ ഉദ്ഘാടനവും, പാലക്കാട് ജില്ലാ സെക്രട്ടറി K ഷാജു പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനവും, MB പ്രമോദ് കലാപരിപാടികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. സമുദായാംഗമായ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K സന്തോഷ് കുമാർ, യൂണിറ്റ് പ്രസിഡന്റ് KC സുരേഷ് ബാബു, സെക്രട്ടറി TN രാജൻ, ട്രഷറർ K ഷൈജു, ജനറൽ കൺവീനർ C ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സമുദായാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശേഷം സമ്മാനദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പത്തിരിപ്പാല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1980-81 ബാച്ച് SSLC വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. 44 വർഷത്തിനു ശേഷമാണ് ബാച്ചിലെ 31ഓളം വിദ്യാർത്ഥികൾ ഒത്തുകൂടുന്നത്. മണ്ണൂർ സെൻട്രൽ പോയിന്റിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം മങ്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക S അജിത ഉദ്ഘാടനം ചെയ്തു. കാര്യമാണ്. നിങ്ങൾ കുറേ 3ാമത്തെ 4ാമത്തെ കൂട്ടായ്മയാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് വളരെയധികം സന്തോഷം. ഈ പരിപാടി, ഈ യോഗം ഔപചാരികമായി പ്രഖ്യാപിക്കും. U രാധ അധ്യക്ഷയായി. C വിശ്വംഭരൻ, P ദേവയാനി, K ലത, N ഹരിദാസൻ, MK വിജയകുമാരി, E സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പനയൂർ TMUP സ്കൂളിൽ 1994-95 ബാച്ച് 7ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു. ഓർമ്മക്കൂട്ട് എന്ന പേരിലാണ് വർഷങ്ങൾക്ക് ശേഷം പഴയ സഹപാഠികൾ സംഗമിച്ചത്. പനയൂർ TMUP സ്കൂളിൽ നിന്ന് 7ാം ക്ലാസ്സിൽ വേർപിരിഞ്ഞവരാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സംഗമിച്ചത്. പലർക്കും ആദ്യം കണ്ടപ്പോൾ പരസ്പരം മനസ്സിലായില്ല. പൂർവാധ്യാപകരായ ആര്യ, തങ്കം എന്നിവർ കേക്ക് മുറിച്ച് സംഗമം ഉദ്ഘാടനം ചെയ്തു. KP രതീഷ് അധ്യക്ഷത വഹിച്ചു.
അധ്യാപകരായ ജയപ്രകാശ്, ജയൻ, സൈതലവി, NP കോമളം, ടി ഗീത, കെ ഗീത, ശോഭ, ഷീബ, ദാക്ഷായണി, രമ, പി അനീഷ എന്നിവർ സംസാരിച്ചു. അതുതന്നെയാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പത്ത്. അതില് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന 4 ബാച്ചിന് എന്റെ സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ അവസരങ്ങളും എല്ലാം മാറ്റിവെച്ച് ഇവിടെ എത്തിയ ആദ്യകാല അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. സംഗമത്തോടനുബന്ധിച്ച് സദ്യയും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നതായി പരാതി. ഓഫീസർ കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അതിക്രമം കാണിച്ചതായി യുവതി അക്കാദമി ഡയറക്ടർക്ക് പരാതി നൽകി. കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ തുടർ നടപടികൾക്കായി പരാതി വിയ്യൂർ പോലീസിന് കൈമാറും. കേരളീയ സമൂഹത്തിന്റെ ഉന്നതിയിൽ സമുദായ സംഘടനകൾ വഹിച്ച പങ്ക് വിസ്മരിക്കാൻ കഴിയില്ലെന്ന് VK ശ്രീകണ്ഠൻ MP. വിദ്യാഭ്യാസ പുരോഗതിക്കായി സമുദായ സംഘടനകൾ നൽകിയ സംഭാവനകൾ മഹത്തരം. പാലക്കാട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് നേതൃത്വത്തിൽ ഗുരുദേവ മന്ദിരം 2ാം വാർഷികാഘോഷം. എല്ലാ മേഖലയിലും സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കലാണ് നരേന്ദ്രമോദിയുടെ പ്രധാന ലക്ഷ്യമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്രത് ജഹാൻ. വ്യാപാര മേഖലയിൽ ഉൾപ്പെടെ സ്ത്രീകളുടെ പങ്കാളിത്തം ഇപ്പോഴും നന്നേ കുറവ്. പാലക്കാട്ട് വ്യാപാരി വ്യവസായി സംഘം ജില്ലാ സമ്മേളനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.